ഇന്ത്യയിലെ ഏറ്റവും വലിയ പണക്കാരൻ ആരാണെന്ന് ചോദിച്ചാൽ നിങ്ങളിൽ ചിലരെങ്കിലും പറയും അത് മുകേഷ് അംബാനി, ഗൗതം അദാനി എന്നൊക്കെ. എന്നാൽ അതേസമയം നമ്മുടെ ഇന്ത്യയിലെ പണക്കാരായിട്ടുള്ള മുസ്ലിങ്ങളായിട്ടുള്ള വ്യക്തികളെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇത്തരത്തിലുള്ള 10 ആളുകളെയാണ് നിങ്ങൾ ഇനിയൊരു വീഡിയോയിലൂടെ കാണാനായിട്ട് പോകുന്നത്. 10ാമതായിട്ട് വരുന്നത് ഷാറൂഖ് ഖാനാണ്. ഇന്ത്യൻ സിനിമയിലെ അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ നടന്മാരിൽ ഒരാളാണ് SRK അഥവാ ഷാറൂഖ് ഖാൻ എന്നത്. 1965 ഡൽഹിയിലാണ് ഇദ്ദേഹം ജനിക്കുന്നത്. 1988 പുറത്തിറങ്ങിയ ഫൗജി എന്നൊരു TV സീരിയലിലൂടെ അഭിനയം തുടങ്ങിയ ഷാറൂഖ് ഖാൻ ഇന്ന് അഭിനയിച്ചത് 100-ലധികം വരുന്ന ചിത്രങ്ങളിലാണ്. സിനിമക്ക് പുറമെ ഇന്ന് ഇദ്ദേഹം വലിയൊരു ബിസിനസ്സുകാരന് കൂടിയാണ്. റെഡ് ചില്ലീസ് എന്റർടൈൻമെന്റ് എന്ന സിനിമ നിർമ്മാണ കമ്പനിയും അതുപോലെ IPLലെ പ്രധാന ടീമുകളിൽ ഒന്നായിട്ടുള്ള കൊൽക്കത്ത നൈറ്റ് റൈഡറിന്റെ ഉടമസ്ഥനും അതും കൂടാതെ റിയൽ എസ്റ്റേറ്റിലുള്ള വലിയ നിക്ഷേപങ്ങളൊക്കെയാണ് ഇദ്ദേഹത്തിന്റെ പ്രധാന ബിസിനസ്സുകൾ എന്നത്. $876 മില്യൺ അഥവാ 7500 കോടി രൂപക്ക് മുകളിലാണ് ഇന്നത്തെ ഷാറൂഖ് ഖാന്റെ ആസ്തി എന്ന് പറയുന്നത്. 9ാമതായിട്ട് വരുന്നത് ആസാദ് മൂപ്പൻ. 1953 കേരളത്തിലെ കൽപ്പകഞ്ചേരിയിലാണ് ഇദ്ദേഹം ജനിക്കുന്നത്. തുടർന്ന് അങ്ങനെ MBBSൽ ജനറൽ മെഡിസിനിൽ ബിരുദാനന്തര ബിരുദം നേടിക്കൊണ്ട് മൂപ്പൻ പിന്നീട് 1987 ദുബായിലേക്ക് താമസം മാറുകയാണ്. അവിടെ നിന്നാണ് ഇദ്ദേഹം പിന്നീട് ആസ്റ്റർ DM ഹെൽത്ത് കെയർ സ്ഥാപിക്കുന്നത്. ഇന്നത് ഇന്ത്യയിലും GCC കൺട്രീസിലും യൂറോപ്പിലുമൊക്കെയായിട്ട് വ്യാപിച്ചു കിടക്കുന്നു. $1 ബില്യൺ അഥവാ 8618 കോടി രൂപക്ക് മുകളിലാണ് ഇന്നത്തെ ആസാദ് മൂപ്പന്റെ ആസ്തി എന്ന് പറയുന്നത്. 8ാമതായിട്ട് വരുന്നത് മുസ്തഫ ഹമീദ്. ഒരു സാധാരണ മിഡിൽ ക്ലാസ് കുടുംബത്തിൽ ജനിച്ച ഇദ്ദേഹം പിന്നീട് പടുത്തുയർത്തിയത് $1.3 ബില്യൺ അഥവാ 11,204 കോടി രൂപയുടെ സാമ്രാജ്യമാണ്. ഇന്ത്യയിലെ പ്രശസ്ത ഫാർമാസ്യൂട്ടിക്കൽ കമ്പനി ആയിട്ടുള്ള സിപ്ലയുടെ വൈസ് ചെയർമാൻ ആയിക്കൊണ്ടാണ് ഇന്ന് ഇദ്ദേഹം പ്രവർത്തിക്കുന്നത്. 1935 തന്റെ പിതാവ് ആരംഭിച്ച ചെറിയൊരു ഫാർമാസ്യൂട്ട് കമ്പനി ഏറ്റെടുത്തുകൊണ്ടാണ് മുസ്തഫ ഹമീദും തന്റെ സഹോദരനും ബിസിനസ്സിലേക്ക് കടന്നു വരുന്നത്. ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ സിപ്ല എന്ന കമ്പനി വ്യാപിച്ചു കിടക്കുന്നത് 80-ലധികം വരുന്ന രാജ്യങ്ങളിലാണ്. 7ാമതായിട്ട് വരുന്നത് ഹബീൽ കൊറാക്കി വാല. 1942 മുംബൈയിലെ ദാവൂദി ബൊഹാറ എന്നൊരു മുസ്ലിം കുടുംബത്തിലാണ് ഇദ്ദേഹം ജനിക്കുന്നത്. പിന്നീട് അദ്ദേഹം അങ്ങനെ പാർഡോ സർവകലാശാലയിൽ നിന്ന് മാസ്റ്റർ ഓഫ് സയൻസിൽ ഇദ്ദേഹം ഒരു ബിരുദം എടുക്കുകയാണ്. തുടർന്ന് അങ്ങനെ 1967 ഇദ്ദേഹം മരുന്നുകളെല്ലാം നിർമ്മിക്കുന്ന വോക്കാർഡ് എന്ന പേരിൽ ഒരു റീസർച്ച് സെന്റർ തുടങ്ങുന്നത്. വർഷങ്ങളുടെ അപ്പുറം വോക്കാർഡ് എന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫാർമാസ്യൂട്ടിക്കൽ ബയോടെക്നോളജി കമ്പനികളിൽ ഒന്നാണ്. $1.7 ബില്യൺ അഥവാ 14,681 കോടി രൂപക്ക് മുകളിലാണ് ഇന്നത്തെ ഇദ്ദേഹത്തിന്റെ ആസ്തി എന്ന് പറയുന്നത്. ഹാബീൽ കൊറാക്കി വാല ഇന്ന് ഈ ഒരു കമ്പനിയുടെ ചെയർമാൻ ആയിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്നു. 6ാമതായിട്ട് വരുന്നത് നോമാൻ റസാഖ്. 1986 ഇദ്ദേഹവും തന്റെ 2 സഹോദരങ്ങളും ചേർന്ന് ആരംഭിച്ച ചെറിയൊരു ബിസിനസ് ആണ് പ്രസ്റ്റേജ് എന്നത്. ഇന്ന് പ്രസ്റ്റേജ് ഗ്രൂപ്പിന് കീഴിലുള്ളത് ഹോസ്പിറ്റലുകള്, ഷോപ്പിംഗ് മോള്, റിയൽ എസ്റ്റേറ്റ്, ഹോട്ടലുകള്, IT പാർക്ക് എന്നിങ്ങനെ അടങ്ങുന്ന 300ഓളം വരുന്ന പ്രോജക്റ്റുകളാണ്. $1.9 ബില്യൺ അഥവാ 16,377 കോടി രൂപക്ക് മുകളിലാണ് ഇന്നത്തെ നോമാൻ റസാഖിന്റെ ആസ്തി എന്ന് പറയുന്നത്. ഇന്ന് ഇദ്ദേഹം പ്രസ്റ്റേജ് ഗ്രൂപ്പിന്റെ ഡയറക്ടർ ആയിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്നു. 5ാമതായിട്ട് വരുന്നത് യൂസുഫ് ഹമീദ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ബിസിനസ്സുകാരിൽ ഒരാളും അതുപോലെ ശാസ്ത്രജ്ഞനുമായിട്ടുള്ള യൂസുഫ് ഹമീദാണ് ഈ പറഞ്ഞ ലിസ്റ്റിൽ 5ാമതായിട്ട് വരുന്നത്. സിപ്ല എന്ന പേരുള്ള മെഡിക്കൽ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ ആയിക്കൊണ്ടാണ് ഇന്ന് ഇദ്ദേഹം പ്രവർത്തിച്ചു വരുന്നത്. ഇദ്ദേഹത്തിന്റെ സഹോദരനാണ് നമ്മൾ നേരത്തെ പറഞ്ഞ മുസ്തഫ ഹമീദ് എന്നത്. 1935 തന്റെ പിതാവായിട്ടുള്ള ഖോജ അബ്ദുൽ ഹമീദ് തുടക്കമിട്ട ചെറിയൊരു മെഡിക്കൽ ബിസിനസ് ആണ് ഈ പറഞ്ഞ സിപ്ല എന്നത്. ഇന്ത്യയിൽ ആദ്യമായിട്ട് എയ്ഡ്സ് രോഗത്തിന് മരുന്ന് കണ്ടെത്തിയ ആദ്യത്തെ ശാസ്ത്രജ്ഞന് കൂടിയാണ് ഈ പറഞ്ഞ യൂസുഫ് ഹമീദ് എന്നത്. ഇതിനാലൊക്കെ തന്നെ ഇദ്ദേഹത്തിന് ധാരാളം അവാർഡുകളും ലഭിച്ചിട്ടുണ്ട്. $2.9 ബില്യൺ അഥവാ 25,446 കോടി രൂപക്ക് മുകളിലാണ് ഇന്നത്തെ ഇദ്ദേഹത്തിന്റെ ആസ്തി എന്ന് പറയുന്നത്. ഇന്ന് ഇന്ത്യയിൽ നിർമ്മിക്കുന്ന വലിയൊരു ശതമാനം മരുന്നുകളും മെഡിസിനുകളെല്ലാം വരുന്നത് ഈ പറഞ്ഞ സിപ്ല എന്ന
എന്ന കമ്പനിയിൽ നിന്നുമാണ്. ഇതുകൊണ്ടൊക്കെ തന്നെ നിലവിൽ സിപ്ല എന്ന ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയെ നമുക്ക് ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്പനികളുടെ ലിസ്റ്റിൽ 42ാമത്തെ സ്ഥാനത്ത് പോലും കാണാവുന്നതാണ്. നാലാമതായിട്ട് വരുന്നത് ഷംഷീർ വയലിൽ. കേരളത്തിലെ കോഴിക്കോട് ജില്ലയിൽ ജനിച്ച ഷംഷീർ വയലിൽ പിന്നീട് പടുത്തുയർത്തിയത് $3.7 ബില്യൺ അഥവാ 30,770 കോടി രൂപയുടെ സാമ്രാജ്യമാണ്. തന്റെ MBBS പഠന ശേഷം 2007 കാലത്താണ് ഇദ്ദേഹം VPS ഹെൽത്ത് കെയർ എന്ന പേരിൽ ഒരു അബുദാബിയിൽ ഒരു ഹോസ്പിറ്റൽ ആരംഭിക്കുന്നത്. ഇതുകൊണ്ടൊക്കെ തന്നെ ഇന്ന് ഇദ്ദേഹത്തെ അറിയപ്പെടുന്നത് ഇന്ത്യൻ ബിസിനസ്മാനും അതുപോലെ റേഡിയോളജിസ്റ്റ് എന്ന പേരിലൊക്കെയാണ്. ഇന്നത് നമ്മൾ നോക്കുകയാണെങ്കിൽ GCC കൺട്രീസുകളിലെ ഹോസ്പിറ്റൽ മേഖലയിൽ ഏറ്റവും വലിയ ഹോസ്പിറ്റലുകളിൽ ഒന്നാണിത്. VPS ഹെൽത്ത് കെയറിന് കീഴിൽ വരുന്ന മറ്റൊരു പേരന്റ് കമ്പനിയാണ് ബുർജൽ ഹോൾഡിംഗ് എന്നത്. ഇന്ന് നമ്മൾ VPS ഹെൽത്ത് കെയർ നോക്കുകയാണെങ്കിൽ 23ലധികം വരുന്ന വലിയ ഹോസ്പിറ്റലുകളും അതും കൂടാതെ 125ലധികം വരുന്ന മെഡിക്കൽ സെന്ററുകളുമാണ് ഇന്ന് VPS ഹെൽത്ത് കെയറിന് കീഴിൽ വരുന്നത്. മൂന്നാമതായിട്ട് വരുന്നത് ഇർഫാൻ റസാഖ്. ഇദ്ദേഹത്തിന്റെ സഹോദരനാണ് നിങ്ങൾ ആദ്യം കണ്ട നൗമാൻ റസാഖ് എന്നത്. 1953ലാണ് ഇദ്ദേഹം ജനിക്കുന്നത്. ബാംഗ്ലൂർ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന പ്രസ്റ്റേജ് ഗ്രൂപ്പിന്റെ ഇന്നത്തെ ചെയർമാനും അതുപോലെ മാനേജിംഗ് ഡയറക്ടർ ആയിക്കൊണ്ടുമെല്ലാം ഇദ്ദേഹം ഇന്ന് പ്രവർത്തിച്ചു വരുന്നു. ഇദ്ദേഹവും തന്റെ 2 സഹോദരങ്ങളും ചേർന്ന് ആരംഭിച്ച പ്രസ്റ്റേജ് ഗ്രൂപ്പിന്റെ ഇന്നത്തെ മൂല്യം എന്ന് പറയുന്നത് $488 ബില്യൺ അഥവാ 42 ലക്ഷം കോടി രൂപക്ക് മുകളിലാണ്. ഇനി ഇർഫാൻ റസാഖ് എന്ന ഇദ്ദേഹത്തിന്റെ ഇന്നത്തെ പേഴ്സണൽ നെറ്റ്വർത്ത് എന്ന് പറയുന്നത് $6 ബില്യൺ അഥവാ 51,712 കോടി രൂപക്ക് മുകളിലാണ്. തന്റെ ബിസിനസിന്റെ മികവിനപ്പുറം ഇന്ന് ഇദ്ദേഹം ധാരാളം ജീവകാരുണ്യ പ്രവർത്തനങ്ങളെല്ലാം ചെയ്തു വരുന്നു. ഇന്ന് നമ്മൾ പ്രസ്റ്റേജ് ഗ്രൂപ്പ് നോക്കുകയാണെങ്കിൽ 18ലധികം വരുന്ന രാജ്യങ്ങളിലാണ് ഇന്ന് പ്രസ്റ്റേജ് ഗ്രൂപ്പ് വ്യാപിച്ചു കിടക്കുന്നത്. ഇതിനാൽ തന്നെ 9,400ലധികം വരുന്ന ആളുകൾക്ക് ജോലി നൽകുന്ന വലിയൊരു സ്ഥാപനം കൂടിയാണ് ഇന്ന് പ്രസ്റ്റേജ് ഗ്രൂപ്പ് എന്നത്. രണ്ടാമതായിട്ട് വരുന്നത് MA യൂസഫ് അലി. ഇന്ത്യൻ ബിസിനസ്സുകാരനും സംരംഭകരുമായിട്ടുള്ള യൂസഫ് അലി ഇന്ന് ലോക പ്രശസ്തമായിട്ടുള്ള ലുലു ഗ്രൂപ്പ് ഇന്റർനാഷണലിന്റെ ഉടമയാണ്. 1955 കേരളത്തിലെ തൃശ്ശൂരിലാണ് ഇദ്ദേഹം ജനിക്കുന്നത്. പഠനശേഷം ഇദ്ദേഹം തന്റെ അമ്മാവന്റെ കൂടെ UAE കുടിയേറുകയാണ്. അങ്ങനെ 1995 കാലത്താണ് ഇദ്ദേഹം ലുലു ഇന്റർനാഷണലിന് തുടക്കം കുറിക്കുന്നത്. ഇന്നത് ഹോസ്പിറ്റലുകള്, ഷോപ്പിംഗ് മോള്, ഹോട്ടല്, റിയൽ എസ്റ്റേറ്റ് എന്നിവയെല്ലാം ഇന്ന് ലുലു ഗ്രൂപ്പിന് കീഴിൽ വരുന്നതാണ്. $7.9 ബില്യൺ അഥവാ 68,140 കോടി രൂപക്ക് മുകളിലാണ് ഇന്നത്തെ യൂസഫ് അലിയുടെ ആസ്തി എന്ന് പറയുന്നത്. ഇന്ന് ലുലു ഗ്രൂപ്പ് എന്നത് 23 രാജ്യങ്ങളിലായിട്ട് 200ലധികം വരുന്ന വലിയ മാളുകളായിട്ട് വ്യാപിച്ചു കിടക്കുന്ന ഒരു ശൃംഖലയാണിത്. ഒന്നാമതായിട്ട് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സമ്പത്തുള്ള മുസ്ലിം ആയിട്ടുള്ള വ്യക്തി എന്നത് ആസിം ഹാഷിം പ്രേംജിയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ബിസിനസ്സുകാരിൽ ഒരാളും നിക്ഷേപകനുമാണ് പ്രേംജി എന്നത്. ആദ്യം തന്നെ ഇദ്ദേഹത്തിന്റെ സമ്പത്ത് ആസ്തി നോക്കുകയാണെങ്കിൽ $14 ബില്യൺ അഥവാ 1,20,000 കോടി രൂപക്ക് മുകളിലാണ് ഇന്നത്തെ ഇദ്ദേഹത്തിന്റെ പേഴ്സണൽ നെറ്റ്വർത്ത് എന്ന് പറയുന്നത്. 1945 മുംബൈയിലുള്ള നിസാരി ഇസ്മായിലി ഷിയ എന്നൊരു മുസ്ലിം കുടുംബത്തിലാണ് പ്രേംജി ജനിക്കുന്നത്. തന്റെ പിതാവിന്റെ ജോലി എന്നത് സോപ്പും എണ്ണകളെല്ലാം വിൽക്കുന്ന ചെറിയൊരു വിപ്രോ എന്ന പേരിൽ ഒരു ബിസിനസ് നടത്തി വന്നിരുന്നു. ഒടുവിൽ അങ്ങനെ തന്റെ പിതാവിന്റെ മരണത്തെ തുടർന്ന് എഞ്ചിനീയറിംഗിൽ ബിരുദമെടുത്ത ഇദ്ദേഹം 1966 വിപ്രോം എന്നുള്ള ആ ഒരു ബിസിനസ് കുടുംബ ബിസിനസ് ഏറ്റെടുക്കുകയാണ്. ഇദ്ദേഹമാണ് പിന്നീട് ഇന്ന് ചെറിയ സോപ്പ് കടയിൽ നിന്നും വിപ്രോ എന്ന കമ്പനിയെ ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ IT സോഫ്റ്റ്വെയർ കമ്പനികളിൽ ഒന്നാക്കി മാറ്റിയത്. ഇന്ന് വിപ്രോം എന്ന കമ്പനി വ്യാപിച്ചു കിടക്കുന്നത് 66 രാജ്യങ്ങളിലായിട്ട് 2 ലക്ഷത്തിന് മുകളിൽ ആളുകൾക്ക് തൊഴിൽ നൽകുന്ന വലിയൊരു സ്ഥാപനമാണ്. ഇന്ന് വിപ്രോം എന്ന കമ്പനിയെ നമുക്ക് ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്പനികളുടെ ലിസ്റ്റിൽ ആദ്യ സ്ഥാനങ്ങളിൽ തന്നെ കാണാവുന്നതാണ്. നിങ്ങൾ ഈ കണ്ട കേട്ട 10 ആളുകൾ എന്ന് പറയുന്നത് ഇന്ത്യയിൽ സമ്പത്തിന്റെ കാര്യത്തിൽ മുന്നിൽ തന്നെ നിൽക്കുന്ന 10 ആളുകളാണ്. അപ്പോ നമ്മുടെ വീഡിയോ ജസ്റ്റ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇത്രയും അധികം ആളുകളുടെ സമ്പത്തും ബിസിനസ്സും എല്ലാം കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയാണ് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയായാലും തീർച്ചയായും ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.